അംഗബലം കുറഞ്ഞിരുന്നു. എങ്കിൽ പോലും 60ഓളം തോറ്റിരിക്കുന്നു. മറ്റൊരു മന്ത്രി കൂടി തോൽക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. MP രാജേഷ് പരാജയപ്പെടുന്നു എന്നതാണ്. VT ബൽറാം ഇതാ തൃത്താലയിൽ വിജയക്കൊടി പാറിക്കുന്നു എന്നതാണ് വലിയ മേൽക്കൈ തന്നെ. 8385 വോട്ടുകൾക്ക് എന്നാണ് നമുക്ക് അവസാനം ലഭിക്കുന്നത്. കൽപ്പവും അദ്ദേഹത്തിന്റെ FB പോസ്റ്റിലുണ്ട്. അദ്ദേഹത്തിന്റെ FB പേജ് സെൽഫി, അതായത് പുറകിൽ MP രാജേഷ് ഇരുന്ന് കൗണ്ട് ചെയ്യുന്നു, ഞാൻ തിരിച്ചു വന്നു എന്ന് ക്യാപ്ഷനോട് കൂടി ഗംഭീര പോസ്റ്റാണ്. VT ബൽറാം ജയിച്ചിരിക്കുന്നു. 8385 വോട്ടുകൾക്ക് VT ബൽറാം തൃത്താല തിരിച്ചു പിടിച്ചിരിക്കുന്നു. യെസ്, എന്തായാലും മിന്നുന്ന ജയം. അതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതാ ഈ കോൺഗ്രസിന്റെ യുവ നേതാക്കളിലേക്ക് മറ്റൊരു തീപ്പൊരി നേതാവ് കൂടി, VT ബൽറാമിനെ പോലെ ഒരു നേതാവ് കൂടി എത്തുന്നു ഇത്തവണ എന്നതാണ്. അല്ല, VT ബൽറാമിന്റെ വിജയം. അതായത് കൊച്ചുപയ്യനെയാണ് നേരിട്ടതും. സച്ചിൻ ബേബി, ഞങ്ങളുടെ സച്ചിൻ ദേവ് ആയിരുന്നു ഞങ്ങളുടെ ബേബി എന്നായിരുന്നു ഒരു ഘട്ടത്തിൽ LDF പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. സൂരജിനെ പോലെയുള്ള യുവാക്കൾ അടക്കമാണ് വിജയിച്ചു വന്നത്. സൂരജിന്റെ ആ പ്രതികരണത്തിൽ മുഖ്യമന്ത്രിയാകുമെന്നുള്ള ചോദ്യത്തിന് മറുപടി നൽകുകയാണ് KC വേണുഗോപാൽ. KC വേണുഗോപാൽ ഇപ്പോൾ മുഖ്യമന്ത്രിയാകുമോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്നു. വഹിച്ച എല്ലാ സ്ഥാനങ്ങളും പാർട്ടി ആവശ്യപ്പെട്ട് നൽകിയത്. ഈ പാർട്ടിക്ക് ഒരു ചട്ടക്കൂടുണ്ട്, ഈ പാർട്ടിക്ക് ഒരു നിലപാടുണ്ട്. പാർട്ടി എടുക്കുന്ന എന്ത് നിലപാടായാലും ജീവൻ പോയാലും അതിനോടൊപ്പം നിൽക്കാനാണ് എനിക്ക് താല്പര്യം. ദാറ്റ്സ് ഓൾ. ഈ തെരഞ്ഞെടുപ്പിലേക്ക് വലിയ സന്തോഷം നൽകുന്ന മറ്റൊരു വിജയം കൂടി ഉണ്ട്. അത് നിങ്ങളോട് അതെൻ്റെ വ്യക്തിപരമായൊരു വിജയമായിട്ട് ഞാൻ എടുക്കുകയാണ്. ഈ കഴിഞ്ഞ 5 വർഷക്കാലങ്ങളിൽ എന്നെ ഏറ്റവും കൂടുതൽ എന്നെ മാത്രമായില്ല എല്ലാം വേദനിപ്പിച്ച സംഭവമായി. ഒന്ന് പഴയങ്ങാടിയിലും ആലപ്പുഴയിലും നടന്ന സംഭവം. ഇദ്ദേഹത്തിൻ്റെ യാത്ര ചെടിച്ചട്ടി കൊണ്ട് തലയിടിച്ച് യൂത്ത് കോൺഗ്രസ്സുകാരനെ പൊട്ടിക്കുക, ഹെൽമറ്റ് കൊണ്ട്. എന്നിട്ടോ അതിൻ്റെ പേരെന്താണ്? അതിനെ ഒന്ന് അപലപിക്കുന്നതിന് പകരം അത് രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. ഞാൻ അഭിമാനപൂർവ്വം പറയുന്നു, ആലപ്പുഴയിലെ തോമസ്, AD തോമസ്, ആ SD കോളേജിൻ്റെ മുന്നിൽ 2 തോമസും അജോയ് കുര്യാക്കോസും, ഈ 2 പേരുമാണ് ആകെ